ഞാൻ ഭഗവതിയിൽ നിന്ന് 800 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എറണാകുളം ലോട്ടറി ഓഫീസിൽ നിന്ന് 10-30 ബുക്ക് എടുത്തിട്ടുണ്ട്. ആയിരിക്കട്ടെ, ഇവിടെയുള്ളവരാകട്ടെ, ഇവിടെയുള്ള ആൾക്കാരുടെ കഴിവുകൊണ്ടാണ് നമ്മുടെ ഈ കട ഇങ്ങനെ നിന്ന് പോകുന്നത്. അവരാണ് നമ്മളെ നിലനിർത്തുന്നത്. വിൽപ്പന നടന്ന ഏകദേശം ഓർമ്മയുണ്ടാവുമല്ലോ, സ്വദേശികൾ തന്നെയാണോ എടുത്തത്? ഒരു ഓർമ്മയില്ല ചേട്ടാ, കരച്ചിൽ വന്ന അവസ്ഥയിലേക്കാണ് ഞാൻ. ചേട്ടൻ എല്ലാവരും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മുൻപും 1 കോടി അടിച്ച ഭാഗ്യവാനാണ്. അതെ അതെ അതെ, അതും ഭഗവതിയിൽ നിന്ന് തന്നെ എടുത്തത്. ഭഗവതിയിൽ നിന്ന് ഞാൻ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയ പിറ്റേ ദിവസമാണ് എനിക്ക് അടിച്ചത്. ബമ്പർ 1000 ടിക്കറ്റിന് മേലെ ഞാനിവിടെ വിറ്റുന്നുണ്ട്. ഇവിടെ വിറ്റുന്നുണ്ട്. എടുത്തത് എത്രയായിരുന്നു? 1000 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 80 ബുക്ക് ഭഗവതിയിൽ നിന്ന് 80 ബുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എറണാകുളത്ത് നിന്ന് 10-30 ബുക്ക് എടുത്തിട്ടുണ്ട്. എറണാകുളം ഓഫീസിൽ നിന്ന് 30. എല്ലാം നാട്ടുകാരെ കംപ്ലീറ്റ് ആണ്. ഇവിടെ നമ്മുടെ കടയിൽ തന്നെ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാം. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അടിച്ചാൽ ഞാൻ അത്രയും സന്തോഷമാവനാണ്. നെട്ടൂരുകാരാണ് ഉറപ്പായിട്ടും, ആയിരിക്കണം, ആകട്ടെ. നെട്ടൂരാണ് നമ്മുടെ ഭാഗ്യം നിൽക്കുന്നത്. അതുകൊണ്ട് നെട്ടൂരുകാർക്ക് കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. മുമ്പത്തെ 1 കോടി എവിടേക്കായിരുന്നു പോയത്? അതിൻ്റെ ആളിപ്പോഴും ഒളിവിലാണ്. ആളിതുവരെയും കിട്ടിയിട്ടില്ല. അത് ഒരാളെ പറഞ്ഞു, പക്ഷെ പുള്ളിക്കല്ലെന്നാ പറഞ്ഞത്. പുള്ളിക്ക് ഇതുവരെ അടിച്ചിട്ടില്ല. പുള്ളിയുടെ പേരല്ല ഇവിടെ പറയണം. ആളിപ്പോഴും ഒളിവിലാണ്. 25 കോടിക്കാരന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആർക്ക് കിട്ടിയാലും സന്തോഷമുള്ളൂ. നെട്ടൂരുകാരനായിരിക്കണം. എല്ലാം വിറ്റ് തീർന്നു. 11 മണിക്ക് വിറ്റ് തീർന്നു. 11 മണിക്ക് വിറ്റ് തീർന്നു. ഇതായിപ്പോൾ ഈ ടിക്കറ്റ് വിൽപ്പന നടത്തിയ ലതീഷാണ് നമ്മളോടൊപ്പം ചേർന്നത്. അദ്ദേഹം നെട്ടൂര് കട നടത്തുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. ഒരു നെട്ടൂരുകാരൻ തന്നെ ആകട്ടെ ഈ ടിക്കറ്റ് എടുത്ത ആളെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പറഞ്ഞതുപോലെ പ്രദേശവാസികൾ തന്നെയാണ് സാധാരണഗതിയിൽ ടിക്കറ്റ് കൂടുതലും എടുക്കുന്നത്. നമുക്ക് ഈ പെരുമ്പാവൂരൊക്കെ ഒരുപാട് ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന് താമസിക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാർ ഇവിടെ കസ്റ്റമേഴ്സായി കൂടുതൽ വരാറുണ്ടോ? കസ്റ്റമേഴ്സ് ബമ്പറിൽ അങ്ങനെ ഇതര സംസ്ഥാനക്കാർ വളരെ റയറായിട്ട് എടുത്തിട്ടുള്ളത്. ഇവിടെയുള്ള ആൾക്കാർ തന്നെ എടുത്തേക്കണം എല്ലാവരും. പിന്നെ ഇവിടെ 5000 അടി വരുമ്പോൾ എല്ലാവരും ഓരോന്ന് എടുക്കണമെന്നാണ്, സെറ്റായിട്ട് എടുക്കണം എല്ലാവരും. എന്തായാലും ഇദ്ദേഹത്തെ തേടിയുള്ള ആലസ്യമായിരുന്നു. അദ്ദേഹത്തെ എന്തായാലും കണ്ടുകിട്ടി. ഇനി അദ്ദേഹം ഉൾപ്പെടെ തരുന്നത് 25 കോടി അടിച്ച ഭാഗ്യവാനെയാണ്. ആ ഭാഗ്യവാനെ ഉടനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത്. 25 കോടി അടിച്ച നെട്ടൂരുകാരന് വേണ്ടിയാണ്. അതെ അതെ, ഈ പറഞ്ഞതുപോലെ മുൻപ് ഈ 1 കോടി അടിച്ച ഭാഗ്യവാൻ കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് 1 കോടി അടിച്ച കോടിപതി അത് ആരാ എന്നത് തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. താങ്ക് യു എല്ലാവരും അനുഗ്രഹവും. അതായത് നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ കടയിൽ നിന്ന് ടിക്കറ്റ് എടുത്തുള്ളവരുടെ ഭാഗ്യം കൊണ്ടാണ് ഇത് വരുന്നത്. ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം 3 മാസം മുമ്പ് 1 കോടി അടിച്ചത് ഞാൻ ആദ്യമായിട്ട് ഭഗവതിയിൽ നിന്ന് 2 ദിവസം മുമ്പ് പർച്ചേസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഭഗവതിയിൽ നിന്ന് ഫസ്റ്റ് അടിച്ചത്. ഇപ്പോഴും ഭഗവതിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം വലിയ സന്തോഷത്തിലാണ്. അദ്ദേഹത്തിന് ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം മുൻപ് 1 കോടി അടിച്ചു. ഇപ്പോഴത്തെ ഈ പറഞ്ഞതുപോലെ എല്ലാവരും കാത്തിരുന്ന ആ ബമ്പർ, ഓണം ബമ്പർ, അതിന്റെ റിസൾട്ട് വന്നിരിക്കുന്നതും ഇവിടെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഈ നെട്ടൂരുള്ള കടയിൽ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് കൂടുതൽ കസ്റ്റമേഴ്സും നെട്ടൂരുകാർ തന്നെയാണ്. ഈ പ്രദേശവാസികൾ തന്നെയാണ് കൂടുതൽ ആളുകളും ലോട്ടറി എടുക്കാറ്. മറ്റാളുകളൊന്നും അധികം അങ്ങനെ വരാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ നാട്ടുകാരൻ തന്നെ ആയിരിക്കാം എന്നുള്ളൊരു വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണോ ലോട്ടറി എടുത്തിരുന്നോ? നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് അടുത്താണ് വന്നേക്കണത്. അതങ്ങനെയാണ് സാധനം കിട്ടണത്. ഒരു നെട്ടൂരുകാരൻ തന്നെ ആയിരിക്കും എന്നാണ് ലതീഷേട്ടന്റെ ഒരു ഊഹം. നമ്മുടെ അയൽവാസിന് അടുത്തിന്റെ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക്. അതെ, എന്താ പറഞ്ഞേ? പുള്ളി ഇന്നലെ പറഞ്ഞോളൂ 1ാം സമ്മാനം ഇവിടെ തന്നെ അടിക്കും. അത് മിക്കവാറും ഇദ്ദേഹത്തിന് തന്നെ ആയിരിക്കും എന്ന് കൂടി പറഞ്ഞു. അതെന്തായാലും ഉണ്ടായില്ലെങ്കിൽ ഒരു നാട്ടുകാരനാണെന്നുള്ള ഏകദേശം ഒരു ഭയങ്കര സന്തോഷമുണ്ട്. തൊട്ടടുത്ത് അടിച്ചുകൊണ്ട് ഹാപ്പിയാണ്. അടുത്ത പ്രാവശ്യം ഇതേ ദിവസം ഇതേ സമയം ഈ ലോട്ടറി ഇദ്ദേഹത്തിന് അടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളും ആശംസിക്കുന്നു. എന്തായാലും നമുക്ക് അന്നേരം 25 കോടിക്കാരൻ 25 കോടി അടിച്ച ആ കോടിപതിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇനി